നമസ്കാരം. ഒരു അകന്ന ബന്ധത്തിലുള്ള അമ്മാവൻ 10-20 വയസ്സുള്ള ആളാണ്. നിങ്ങളുടെ വീട്ടിൽ വരുന്നു. നല്ല രസമുള്ള സംഭാഷണമാണ്. എല്ലാവരെയും രസിപ്പിക്കുന്ന രീതിയിൽ പഴയ കാര്യങ്ങളും നിങ്ങളുടെ അച്ഛൻ്റെ അമ്മൂമ്മയുടെയും അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വളരെ എല്ലാവർക്കും ഹൃദ്യമായി തോന്നുന്ന സംസാരവുമായിട്ട് ഉച്ചസമയത്താണ് വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സിൽ തോന്നി ഇദ്ദേഹത്തിന് ആഹാരം കൊടുത്തിട്ടേ വിടാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് സാധാരണ ഉള്ളതിനേക്കാൾ കുറച്ച് കൂടുതൽ കറികളൊക്കെ ഉണ്ടാക്കി വിഭവ സമൃദ്ധമാക്കി പുള്ളിയെ നമ്മൾ സൽക്കരിക്കുന്നു. പുള്ളി വളരെ രുചിയായിട്ട് അതിനെപ്പറ്റി ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് ആഹാരം കഴിക്കുന്നു, രുചി ആസ്വദിച്ച് കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളാണ് എന്ന് നമുക്ക് മനസ്സിലായത് കാരണം കുറച്ച് തുക കൂടി കൊടുത്ത് നമ്മൾ സന്തോഷമായിട്ട് വിട്ടു. പക്ഷേ അടുത്ത ദിവസം വീണ്ടും ഇതേ സമയത്ത് അദ്ദേഹം വന്നാൽ നമ്മുടെ പ്രതികരണം എന്താവും? 2-ാം ദിവസം വന്നു, 3-ാം ദിവസം വന്നു, തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയാൽ നമ്മളെങ്ങനെയായിരിക്കും അത് സ്വീകരിക്കുക? വളരെ ബുദ്ധിമുട്ടാവും. കാര്യം നമുക്ക് ജീവിതത്തിലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ പുതിയ ഒരു അതിഥിയെ കൂടെ എന്നും സ്വീകരിക്കുക എന്ന് പറയുന്നത് നമുക്ക് പ്രയാസമുള്ള കാര്യമാണ്. കാര്യം അദ്ദേഹം പറയുന്നത് എനിക്ക് പണം തരൂ, ആഹാരം തരൂ, നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യം. മറ്റൊരു അമ്മാവനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ശേഖരമ്മാവൻ എന്നാണ്. അദ്ദേഹം നല്ല ധനാഢ്യനാണ്, ഗൾഫിലായിരുന്നു, മക്കളൊക്കെ നല്ല നിലയിലാണ്. പുള്ളി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റ്, മുതിർന്നവർക്ക് ഒരു നേരിയത്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടീഷർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും പുള്ളിയുടെ കഴിക്കണം. ഒന്നുമില്ലെങ്കിൽ ചോക്ലേറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ്. ഇദ്ദേഹം അങ്ങോട്ടൊന്നും വേണ്ട. കാര്യം പുള്ളിയുടെ ആഹാരമൊക്കെ പുള്ളി എപ്പോഴും കാറിൽ കൊണ്ടു നടക്കാറുണ്ട്. ഒത്തിരി നിർബന്ധിച്ചാൽ മാത്രമേ നമ്മുടെ അടുത്തുനിന്ന് എന്തെങ്കിലും മേടിക്കത്തുള്ളൂ. അതിന് നമ്മളെ മുഷിപ്പിക്കാതിരിക്കാനായിട്ട് പുള്ളി മേടിക്കുന്നു എന്നേ ഉള്ളൂ. ഇദ്ദേഹം ഒരു 5-6 ദിവസം തുടർച്ചയായിട്ട് വന്നാൽ കാര്യം എപ്പോഴും എന്തെങ്കിലും കാര്യം നമുക്ക് തരാൻ കാണും. നമുക്ക് ഇദ്ദേഹം വരുന്നതിൽ വല്ല പ്രയാസവും ഉണ്ടാകും. ശേഖരമ്മാവനെ ഒരാഴ്ച കണ്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ 1 മാസം കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും വീട്ടില്, ഈ ശേഖരമ്മാവനൊന്നും ഇങ്ങോട്ട് വരുന്നുമില്ലല്ലോ. കാര്യം പുള്ളിയുടെ വരവ് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാര്യം പുള്ളി തരാനായിട്ടാണ്. പുള്ളിയുടെ കൈ എപ്പോഴും ഇങ്ങനെയാണ് തരുന്ന രീതി. മറ്റേ പരമമാവനോ അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെയാണ്, എനിക്ക് പണം തരൂ, എനിക്ക് ആഹാരം തരൂ, എനിക്ക് ശ്രദ്ധ തരൂ, എനിക്ക് സ്നേഹം തരൂ, എനിക്ക് കരുതൽ തരൂ. ഈ ഒരു കാര്യം ആ അമ്മാവനല്ല ആര് ചോദിച്ചാലും, നമ്മളുടെ സഹോദരൻ ചോദിച്ചാലും, സഹോദരി ചോദിച്ചാലും, ഭാര്യ ചോദിച്ചാലും, ഭർത്താവ് ചോദിച്ചാലും നമുക്ക് എപ്പോഴും ഇത് പ്രയാസമായിട്ട് ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ പലപ്പോഴും ഇതെപ്പോഴും ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. എന്നെ ഇപ്പം ശ്രദ്ധിക്കാറില്ല കേട്ടോ, എന്നോടൊരു സ്നേഹവും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞ ആളുകൾ ഇങ്ങനെ കാര്യം ഇപ്പം മറ്റു പലരോടും ഭയങ്കര തമാശ, ഭയങ്കര ചിരിയും വർത്തമാനവും ഒക്കെയാണ്, പക്ഷെ എന്നോട് സ്നേഹമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നിലപാടുകൾ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? കാര്യം നമ്മളിങ്ങോട്ട് തരൂ എന്ന് പറയുന്നത് ആളുകൾക്ക് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് പറ്റുന്ന പോലെ അങ്ങോട്ട് കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിലും സംഗതികൾ വളരെ ഈസി ആയിട്ട് വരും. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു കല്യാണ വീട്ടിൽ പോകും. അയാൾ ചോദിക്കുന്നു അവിടുത്തെ ആളുകളോട്, ഞാൻ എന്ത് സഹായം ചെയ്യണം? ഞാൻ കസേര മാറ്റിയിട്ട് കൊടുക്കണോ, അല്ലെങ്കിൽ അതിഥികളെ സ്വീകരിക്കുന്നിടത്ത് നിൽക്കണോ, അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും സഹായത്തിന് നിൽക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ അവിടുത്തെ പോക്ക് അവർക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാവും. തിരിച്ചു പോകാൻ നേരത്തെ അവർ പറയും, മോനെ നീ വന്നത് വളരെ സന്തോഷമായി, ഞങ്ങൾക്ക് വലിയ സന്തോഷമായി, ഞങ്ങളോടൊക്കെ ഇത്രയും കാരുണ്യത്തോടു കൂടിയും കരുതലോടു കൂടിയും നീ പെരുമാറിയല്ലോ എന്ന് പറയും. വേറെ ചില ആളുകളുണ്ട്, ഞാൻ ആ വീട്ടിൽ പോയി കേട്ടോ, കല്യാണത്തിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മെനക്കെട്ട് പോയതാ, ഒരു മനുഷ്യൻ എന്നെ ശ്രദ്ധിക്കണമല്ലോ, ഞാനോടൊക്കെ പോയി നിന്നു, ആരും മിണ്ടുന്നില്ല. ഇങ്ങനെ പറയുന്ന ആളുകളും ധാരാളം. അപ്പോൾ ഈ ആരും മിണ്ടുന്നില്ല എന്ന് പറയുന്നയാൾ അങ്ങോട്ട് കൊടുക്കാനല്ല, ഇങ്ങോട്ട് സ്വീകരിക്കാനാണ് ചിന്തിക്കുന്നത്. ഇത് നമ്മളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് തരിക, പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധത്തിലും അമ്മമാരും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളിലും ഒക്കെ, ഏത് ബന്ധം എന്നൊന്നുമില്ല, സുഹൃത്തുക്കളുടെ ആണെങ്കിലും ബിസിനസ് പങ്കാളികളുടെ ആണെങ്കിലും, ഇത് ഇങ്ങോട്ട് എനിക്കിതാ എന്ന് പറയുന്ന നിലപാട് എപ്പോഴും കുഴപ്പം.
എന്നാൽ ഇങ്ങോട്ട് വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ തരാം. അങ്ങനെയാണെങ്കിൽ 10 ഇരട്ടി തിരിച്ചു കിട്ടും. എനിക്ക് വേണ്ട, ഞാൻ അങ്ങോട്ട് തരാം എന്ന് പറയുന്ന ആളിന് കാലക്രമത്തിൽ അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു 10 ഇരട്ടി നമ്മൾ പോലും അറിയാതെ തിരിച്ചു കിട്ടും. ഈ കാര്യം എപ്പോഴും നമ്മൾ ഓർക്കുന്നത് നമ്മളുടെ ബന്ധങ്ങൾ സുദൃഢമാക്കാൻ വളരെയധികം ഉപകാരപ്രദമാകും. നമസ്കാരം.